welcome back to pre and post market analysis. So, in like 22nd June, Thursday, expiry ആയിരുന്നു അത്യാവശ്യം മോശപ്പെട്ടൊരു ദിവസമായിരുന്നു. ബട്ട് എന്നാൽ ലാസ്റ്റ് ഒരു കോള് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് നിന്നു. ഏറ്റവും ലാസ്റ്റ് ഹെൽപ്പ് ചെയ്താരെന്നറിയോ? ലാസ്റ്റ് ടർബോ നമ്മൾ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആ ഒരു പൊസിഷണൽ ട്രേഡ് സ്റ്റോക്ക് ഓപ്ഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു. ഒരു 1:8 എന്ന് പറയുന്ന റിസ്ക് റിവാർഡ് ആണ് നമുക്ക് അവിടെ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ചാർട്ട് ഓൾറെഡി നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക്. ലൈക്ക് പ്രീമിയം ചാനലല്ല, നമ്മുടെ നോർമൽ കമ്മ്യൂണിറ്റി ചാനലിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതല്ലാതെ നമുക്ക് ഇന്ന് നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യേണ്ടതായിരുന്നു. ലൈക്ക് ജസ്റ്റ് ഒരു പോയിന്റ് കൂടെ ഇറ്റ്സ് ലൈക്ക് 18,887.60 ആണ് നമ്മുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. ബട്ട് 18,886.6 വരെ പോയി ഇന്ന്. ലാസ്റ്റ് 2 ദിവസങ്ങളായിട്ട് നമ്മുടെ ലൈവ് സെഷൻസ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താണ് ചോദിക്കുന്നത്, ലൈക്ക് ഒരു പോള് തന്നെ പോകുന്നുണ്ട്, നമുക്ക് ലൈക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നതിൽ. എന്നാൽ 2 ദിവസം അത്യാവശ്യം ഞാനും ബ്രേക്ക് ചെയ്യുമെന്ന വിശ്വാസത്തിൽ തന്നെയായിട്ട് തരുന്നത്. ബ്രേക്ക് ചെയ്യേണ്ടതായിരുന്നു. ഇന്നലെയും നോക്കി, ഇന്നും നോക്കി, നടന്നില്ല. ഇന്ന് പിന്നെ എക്സ്പയറി ആയതിന്റെ ബേസിസിലുള്ള ഫ്ലക്ച്വേഷൻ ആയിരിക്കാം നമുക്ക് ഇവിടെ ഫോം ആയിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് ഒരു മൂവ്മെന്റിലായിരുന്നു. ഒരു സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് പിന്നീട് അങ്ങോട്ടങ്ങ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് അല്ലായിരുന്നു. സൈഡ് വേസ് തന്നെ ആയിരുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് നമുക്ക് കമ്പയർ സൈഡ് വേസ് തന്നെയായിരുന്നു. ബട്ട് എന്നാൽ ഇന്നലെ റെസ്പെക്ട് ചെയ്ത ആ ഒരു പോയിന്റിൽ തന്നെ ഇച്ചിരി നല്ലൊരു മൂവ്മെന്റ് തരികയും അവിടുന്ന് അത്യാവശ്യം നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് കിട്ടി. ഐ മീൻ ലൈക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു ഡീസന്റ് പ്രോഫിറ്റ് കിട്ടി. വേറെ ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് ഓൾമോസ്റ്റ് ലൈക്ക് 4.8% ലോസിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയാണ് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. യെസ്, ഇതായിരുന്നു നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഇതായിരുന്നു ഫസ്റ്റ് ക്യാൻഡിൽ അല്ലെ? യെസ്, ഇതായിരുന്നു ഫസ്റ്റ് ക്യാൻഡിൽ. ഓൾമോസ്റ്റ് ലൈക്ക് സ്ട്രൈക്ക് ചെയ്തു പോയി. ദെൻ സെക്കൻഡ് ഇച്ചിരി നേരം കഴിഞ്ഞൊരു 10:15 നമ്മുടെ ലൈക്ക് ഇത് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു ഇല്ല എന്ന് പറഞ്ഞാണ്. ലൈക്ക് ജസ്റ്റ് ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് ഇന്ന് ഓൾ ടൈം ഹൈ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അല്ലാതെ അത്യാവശ്യം നല്ല മൂവ്മെന്റ് അടുത്തേക്ക് കാണിച്ചു. ടോട്ടലി അടുത്തേക്കാണ് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്നാ സ്റ്റാൻഡേർഡ് മൂവ്മെന്റ് അല്ലായിരുന്നു. നിങ്ങൾ നോക്കിക്കേ, ഇതുണ്ടോ ഈ ഒരു പർട്ടിക്കുലർ സൈഡിൽ ഈ ഒരു സോണിൽ കടന്ന് ഇങ്ങനെ കളിക്കുവാണ്. ഒക്കെ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ലൈക്ക് 4 lakh 5 lakh ആയിരുന്നു. നല്ല ഓയേജ് ആയിരുന്നു പല സെർട്ടൈൻ പോയിന്റ്സിലൊക്കെ. സോ നമുക്ക് നോക്കാം നാളെ. അത് മാത്രമല്ല നമുക്കിത് യൂറോ യൂസിൽ ലാസ്റ്റ് 2 ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്സ്, എസ്പെഷ്യലി ഇന്നലെ വൈകുന്നേരം ഒരു 11 മണിയായപ്പോഴത്തേക്കും നമ്മുടെ ചാനലിൽ ഫോറക്സ് ചാനലിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് 1 minute ചാർട്ടായിരുന്നു. 1:3 സ്ട്രൈക്ക് ചെയ്തു. പകൽ ടൈമിൽ നമ്മൾ 1:3 എന്ന രീതിയിൽ യൂറോ യൂസിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂറോ യൂസിൽ ഫൈനൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. 1.10000. യെസ്, എത്തി, സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. ഈ ചാർട്ട് തന്നെയായിരുന്നു യൂറോ യൂഎസ്ഡി. ഇതായിരുന്നു ഈ ഒരു എൻട്രിയുടെ ഫൈനൽ ടാർഗറ്റ് ആയിരുന്നു ഇവിടെ. ഈ ഒരു എൻട്രിയുടെ ഫൈനൽ ടാർഗറ്റ് നോക്കിയാൽ 1:9 റേഷ്യോ നമുക്ക് ഫൈനൽ വന്നത്. 1.10. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാമെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നോക്കുന്നുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിൽ കുഴപ്പമില്ല. അത്യാവശ്യം ഈ റേഞ്ച് വരെ പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. ഈ ഒരു റേഞ്ച് വരെ കൂട്ടാം. 1.10616 എന്ന റേഞ്ചിൽ നമുക്ക് നോക്കാം. എല്ലാവരും ചെക്ക് ചെയ്ത് അവിടെ വരെ എത്തുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. സോ ഇതായിരുന്നു നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് സെയിം മൂവ്മെന്റ്സ്. അത്യാവശ്യം സ്ട്രോങ് ഇച്ചിരി ഫോള് കാണിക്കുന്നുണ്ടായിരുന്നു ബേസിക്കലി ഇവിടെ. ഹിയോ ഇതായിരുന്നു നമുക്ക് ഇന്ന് ഈ ഒരു രീതിയിൽ. കണ്ടോ, ഇവിടെയും കൺസോൾട്ടേഷൻ. ബട്ട് എന്നാൽ ഈ ഒരു ഫോൾ ആയിരുന്നു. ഇവിടെ വരെ എത്തിയിട്ട് ഇവിടെ ഒറ്റയടിക്കുക. അപ്പൊ ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, ഇനി എന്തായാലും അത്യാവശ്യം മൊമെന്റം തരുമെന്നുള്ളതിൽ. ബട്ട് എന്നാൽ നിഫ്റ്റി ഡ്രാഗ് ചെയ്യുമായിരുന്നു. നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്തത് നിഫ്റ്റി IT സെക്ടേഴ്സ് ആയിരുന്നു കൂടുതൽ ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് ഈ രീതിയിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം നാളെ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നാളെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. സോ ഒബ്വിയസ്ലി മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് മൂവ്മെന്റ് അല്ലല്ലോ തന്നത്, അതിന്റെ ബേസിസിൽ. സോ റൈറ്റ്. സോ നമുക്ക് എന്നാണോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നത്, ടോട്ടലി നമുക്ക് അത്യാവശ്യം അപ്പൊ കുഴപ്പമില്ലാത്ത രീതി ബെയറിഷ് കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇപ്പോഴും സ്റ്റിൽ നമുക്ക് അപ് ട്രെൻഡിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. ഇതിനകത്ത് വേറൊരു മാറ്റവും ഇല്ല നമ്മളിതിൽ. സോ ഇനി ബെയറിഷ് വ്യൂ, അതായത് ഇനി നമ്മൾ എപ്പോഴാണ് ഷോർട്ട് ചെയ്യുക എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ, ലെറ്റ്സ് സേ ഇൻട്രാഡേയിൽ ബേസിക്കലി നമുക്ക് ഈ ഒരു സെർട്ടൻ ലെവലിന് താഴെ, അല്ലെങ്കിൽ ഈ ഒരു സെർട്ടൻ ലെവലിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് ലൈക്ക് 1% ഷോർട്ട് ചെയ്യുക. ദെൻ ടാർഗറ്റ് വിൽ ബി ഹിയർ. അതായത് ഇന്നലത്തെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മുടെ ബെയറിഷ് വ്യൂ ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അവിടുന്ന് ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബട്ട് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ജസ്റ്റ് ലീവ് ഇറ്റ്. ദെൻ ലൈക്ക്
ഫൈനൽ ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇവിടം വരെ കീപ്പും കൂടെ ചെയ്യാം. റൈറ്റ്, ഇവിടം വരെ കീപ്പ് ചെയ്യാം. അതായത് 18,563 വരെ നമുക്ക് കീപ്പ് ചെയ്യാം. ബട്ട് ഐ തിങ്ക് ലൈക്ക് 18,700 നല്ലൊരു സപ്പോർട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ബെയറിഷ് വ്യൂ ആയിട്ടുള്ളത്. ബുള്ളിഷ് വ്യൂ എന്താണ്? ബുള്ളിഷ് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഒന്നുമില്ല. ഒബ്വിയസ്ലി നമുക്ക് ഇവിടുന്ന് ആംഗുലർ റെസിസ്റ്റൻസ് വേണമെന്ന് കൺസിഡർ ചെയ്യാം കേട്ടോ. സോറി, ഇതും വേണ്ട, ഇതും വേണ്ട. സോൺ ബി ഹിയർ, സോൺ അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ അവിടുന്ന് എൻട്രി എടുക്കാനായിട്ട് നോക്കാവുന്നതാണ്. മൊമെന്റം ഉണ്ടോ എന്ന് നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് തന്നെ വേണം എടുക്കാനായിട്ട്. ദെൻ ടാർഗറ്റ്സ് നാളെ ലൈവിൽ വരിക, നമുക്ക് അപ്പോഴത്തേക്ക് കാണാവുന്നതാണ്. ദാറ്റ്സ് അബൌട്ട് നിഫ്റ്റി. ദെൻ നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സാർ അനലൈസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമോ എന്നുള്ളത്. ഞാൻ അനലൈസ് ചെയ്യുന്ന ട്രെൻഡ് ലൈൻസും പ്രൈസ് ആക്ഷന്റെ ബേസും തന്നെയാണ് ചെയ്യുന്നത്. ദെൻ ലൈക്ക് ഒബ്വിയസ്ലി ഞാൻ ഈ സ്ട്രാറ്റജി തന്നെയാണ് നമ്മുടെ കോഴ്സിലും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ലൈക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനകത്തെല്ലാം ഉണ്ട്. റൈറ്റ്, ജസ്റ്റ് പ്രൈസ് ആക്ഷൻ, ട്രെൻഡ് ലൈൻസ്, മോർ ദാൻ എഫ്. കൂടുതലധികം ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇല്ല. ജസ്റ്റ് ലൈക്ക് ബി യൂസ് ചെയ്യും മൊമെന്റം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വേണ്ടി മാത്രം. റൈറ്റ്, ഹിയർ വി ഗോ വിത്ത്. സോ ഇത് കുറെ അധികം ലൈൻസ് ഉണ്ട് ഇവിടെ, നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇതിന്റെ താഴെ നമുക്ക് ബെയർ ഇഷ്യൂ കീപ്പ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ വരുന്നു. ബുൾ ഇഷ്യൂ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്യട്ടെ, അല്ലാതെ നമുക്കൊരു ബുൾ ഇഷ്യൂ വരത്തില്ല. ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ഇതായിരിക്കും നമ്മുടെ 2 ടൈപ്സ് ഓഫ് ടാർഗറ്റ്സ് നമുക്ക് ബേസിക്കലി വരുന്നത്. റൈറ്റ്, ദെൻ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫിൻ നിഫ്റ്റിയും കൂടെ നോക്കാവുന്നതാണ്. യെസ്, സോ ഈ ഫിൻ നിഫ്റ്റി കൺസിഡർ ചെയ്യണമെങ്കിൽ ഇന്നലത്തെ വ്യൂ തന്നെ ഇതിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് ബെയർ ഇഷ്യൂ ടാർഗറ്റ് 1, ടാർഗറ്റ് 2 എന്ന രീതിയിൽ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം ഫിൻ നിഫ്റ്റിയിൽ. ദെൻ ബുള്ളിഷ് വ്യൂ ആണെങ്കിലോ ഇന്നത്തെ ഹൈ, അതായത് ഇന്ന് അത്യാവശ്യം നല്ലൊരു ഹൈ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ആണെങ്കിൽ മാത്രം നമ്മൾ ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുന്നുള്ളൂ. സോ നാളെ നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് മൈനർ ടാർഗറ്റ് ഉണ്ട് ഇവിടെ. ദെൻ പുഷ് ചെയ്യുന്ന ടാർഗറ്റ്സ് നാളെ ലൈവിൽ എല്ലാവരും വരിക, അതിനനുസരിച്ച് നമ്മൾ കാണിക്കുകയും കൂടെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിന്റെ ചാർട്ട്സ് എല്ലാം നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. സോ ഓടിപ്പോയി ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ലൈക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഇല്ല എന്തെങ്കിലും കാര്യങ്ങളില്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ സീ യു ഓൾ ടുമോറോ. Bye.